DPC അംഗീകാരം ലഭിക്കാതെ ഒറ്റപ്പാലം നഗരസഭ 25-26 വാർഷിക പദ്ധതി ഭേദഗതിയും 24-25 സ്പിൽ ഓവർ പദ്ധതികളും. പ്രതിപക്ഷത്തെ ഭൂരിപക്ഷം ജനപ്രതിനിധികളും ഇല്ലാതെ തന്നെ ഞങ്ങൾ അജണ്ട പാസാക്കി DPC അംഗീകാരം നേടും എന്ന ധാർഷ്ട്യത്തിന് ഭരണപക്ഷത്തിന് കിട്ടിയ തിരിച്ചടിയാണിത്. നഗരസഭാ കൗൺസിൽ ചേർന്ന ദിവസം നിയമാനുസൃതം സ്ഥിരം സമിതികളിൽ ചർച്ച ചെയ്യാതെയും അജണ്ട നോട്ട് പോലും നൽകാതെയും കൗൺസിൽ ചേർന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് നൽകി ബഹിഷ്കരിക്കുകയും അജണ്ട അംഗീകാരം നൽകിയതായി തീരുമാനമെടുത്ത് ഭരണസമിതി പാസാക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ പ്രതിപക്ഷ കൗൺസിലർമാർ കൃത്യമായ പരാതി DPCക്കും ജോയിന്റ് ഡയറക്ടർ LSGD വിഭാഗത്തിനും നൽകിയതിന് പിന്നാലെ അന്വേഷണം നടത്തി ഡെപ്യൂട്ടി ഡയറക്ടർ DPCക്കു അന്വേഷണ റിപ്പോർട്ട് കൈമാറിയതിനെ തുടർന്ന് DPC പദ്ധതി പരിഗണിച്ചില്ല. സ്ഥിരം സമിതികളിൽ ചർച്ച ചെയ്യാതെയാണ് കൗൺസിൽ കൂടിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് 25-ാം തീയതി സ്ഥിരം സമിതികൾ കൂടിയെങ്കിലും പദ്ധതി ഭേദഗതി പരിഗണിക്കണമെങ്കിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പരാതി പരിഹരിച്ചു എന്ന് ബോധ്യപ്പെടണമെന്ന് DPC വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ഇരുവിഭാഗത്തെയും ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുടെയും പ്ലാനിംഗ് ഓഫീസറുടെയും നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചു ഇടപെടൽ നടത്തിയിരുന്നു. വിയോജനക്കുറിപ്പ് നൽകിയ എല്ലാ അംഗങ്ങളെയും ചർച്ചയ്ക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഭരണസമിതിയും നഗരസഭാ സെക്രട്ടറിയും ചേർന്ന് നിയമാനുസൃതമല്ലാതെ അംഗീകാരം നൽകിയ വാർഷിക ഭേദഗതി പദ്ധതിക്കാണ് DPC അംഗീകാരം നൽകാതിരുന്നത്.